സാധാരണ കേരളത്തിൻ്റെ ഒരു അനുഭവം കുറേ കാലമായിട്ട് ഒരു മുന്നണി ഒരു തവണ ഗവൺമെൻറ്, അത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ മുന്നണി ഗവൺമെൻറ്, ഇങ്ങനെയൊരു പതിവായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി സംഭവിച്ചൊരു കാര്യം, LDF ഈ പറഞ്ഞ രീതിയിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കും, ചിലത് തുടക്കം കുറിക്കും. പിന്നെ വരുന്ന UDF ഗവൺമെൻറ് അതിൻ്റെ തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യില്ല. അതിൻ്റെ ഫലമായി പലതും വല്ലാതെ തകർന്നു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആദ്യമായാണ് ഒരു തുടർ ഭരണം LDFന് 2021 ജനങ്ങൾ സമ്മാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ എവിടെയാണോ 2021 നിർത്തിയത് അവിടുന്ന് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെയാണ് ഈ പറഞ്ഞ പല പദ്ധതികളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാനായത്, ഒരു തടസ്സമില്ലാതെ പൂർത്തീകരിക്കാനായി. ഇതിൻ്റെ ഭാഗമായി നാടിന് വലിയ മാറ്റം വന്നു. ആ ഒരു ഭാഗം പറഞ്ഞാൽ നമ്മുടെ വ്യവസായ രംഗം, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വ്യവസായ രംഗം ഏറ്റവും നല്ല നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നില കേരളത്തിനുണ്ട്. അങ്ങക്കറിയാലോ കേരളത്തെക്കുറിച്ച്. പണ്ട് ഇവിടെ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല എന്നുള്ളൊരു ധാരണയോ തെറ്റിദ്ധാരണയോ ഉണ്ടായിരുന്നു, അത് മാറി വരുന്നുണ്ട്. 2016 മുൻപ് കേരളം വ്യവസായത്തിന് പറ്റിയൊരു നാടല്ല എന്നാണ് പൊതുവൊരു ധാരണ. ഇന്ത്യ ഗവൺമെന്റ് റാങ്കിങ്ങിലൊക്കെ നമ്മൾ വളരെ പുറകിലാണ്. ആരും ഇതിനൊരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ അങ്ങനെ ഗൗരവമായി ശ്രമിച്ചിട്ടില്ല. വ്യവസായങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം എന്ന നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയിട്ടില്ല. നമ്മൾ അങ്ങനെ തള്ളിക്കളിയാൻ പാടില്ലല്ലോ. ഒരു നാടിൻ്റെ കാര്യം ആലോചിക്കാനാണല്ലോ ഗവൺമെൻറ്. അപ്പോൾ എങ്ങനെ നാടിനെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാൻ പറ്റും? 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ആ കാര്യം ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം യോഗം ചേർന്നു, വ്യവസായികളുടെ, ഉദ്യോഗസ്ഥരുടെ എല്ലാം യോഗം ചേർന്നു. അപ്പോൾ അതിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു. എന്തുകൊണ്ടാണ് ഇത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകാത്തത്, എന്താണ് തടസ്സങ്ങൾ? അതിൽ ഗവൺമെൻറ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് നിയമങ്ങൾ പുതുക്കി പണിയേണ്ടതുണ്ട്. അങ്ങനെ 7 നിയമങ്ങൾ മാറ്റുന്ന കാര്യമുണ്ടായി, പുതുതായിട്ടെടുത്തു. അതേപോലെ തന്നെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതായിരുന്നു. 10 പ്രധാനപ്പെട്ട ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. പിന്നെ ഒരു മാനസിക നിലയുടെ പ്രശ്നമുണ്ടായിരുന്നു, ഒരു നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് വ്യവസായത്തിന് വളരെ അനുകൂലമായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും യോഗങ്ങൾ ചേർന്നു. അതിൻ്റെ ഭാഗമായുള്ള മാറ്റം വന്നു. വ്യവസായം എന്ന് പറയുന്നത് വ്യവസായ വകുപ്പ് മാത്രം നടപ്പാക്കേണ്ട ഒരു കാര്യമല്ല. വ്യത്യസ്തങ്ങളായ വകുപ്പുകൾക്ക് അതിൽ പങ്കുണ്ട്. അവരെല്ലാം ഇതിന് അനുകൂലമായ നിലപാടെടുത്താലേ ഈ പറഞ്ഞ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാവും. അവരെല്ലാം ബന്ധപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ചില തെറ്റായ ശീലങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു, അത് മാറേണ്ടതുണ്ടായിരുന്നു. അതിന് ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ചു. ട്രേഡ് യൂണിയനുകൾ വളരെ പോസിറ്റീവായ നിലപാടെടുത്തു. അങ്ങനെ എല്ലാം കൂടി വന്ന് 2021 അപ്പോഴേക്ക് ആ വർഷം കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു. പക്ഷേ 2021 LDFന് തന്നെ തുടർഭരണം കിട്ടി. എവിടെയാണോ അവസാനിപ്പിച്ച് അവിടെയും തുടങ്ങാൻ കഴിയും. അത് നല്ല രീതിയിലെത്തി. അങ്ങനെയാണ്